ബെവ്കോയുടെ പെർഫോമൻസ്, അതായത് വർഷങ്ങളായി ഒരു പ്രീസെൻറ്റിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കഴിഞ്ഞ തവണയേക്കാൾ ഇപ്പം 25-26 സാമ്പത്തിക വർഷത്തെ കണക്കെടുക്കുമ്പോൾ പേപ്പറിൽ നഷ്ടം എന്ന് പറയുമെങ്കിലും അത് ഒരു അന്നെടുത്ത സർക്കാർ ഗാൽവനൈസ് ഫീസിലെടുത്തൊരു തീരുമാനം മൂലമുണ്ടായ നഷ്ടമാണ്. യഥാർത്ഥത്തിൽ ബെവ്കോയുടെ വിൽപ്പന വർദ്ധിച്ചു, ജീവനക്കാരുടെ പെർഫോമൻസും മികച്ചു തന്നെയാണ്. പക്ഷേ ഗാൽവനൈസ് ഫീ ഏർപ്പെടുത്തിയല്ലോ, 5 പൈസയായിരുന്ന ഗാൽവനൈസ് ഫീ 10 രൂപയാക്കിയതോടെ ഏകദേശം 400 കോടി രൂപയാണ് ബെവ്കോ അന്ന് സർക്കാരിലേക്ക് അടച്ചത്. അപ്പോൾ അത് കാരണമാണ് ബാലൻസ് ഷീറ്റിൽ നഷ്ടം എന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ ജീവനക്കാർക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ചെറിയ വർധനമാണ് ഇത്തവണത്തെ മീറ്റിംഗ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അന്തിമമായിട്ട് ഒരു ഫിനാൻഷ്യൽ അപ്രൂവൽ വേണ്ടി വരും. അപ്പോൾ ജീവനക്കാരും മാനേജ്മെന്റ് നടത്തിയ ചർച്ചയിൽ അത്തരൊരു പ്രപ്പോസൽ സർക്കാരിന് മുമ്പിലുണ്ട്. ഇപ്പോൾ സഹകരണ വകുപ്പിൽ ജീവനക്കാർക്കും സന്തോഷം നൽകുന്ന ബോണസ് വർദ്ധിപ്പിച്ചൊരു തീരുമാനമുണ്ടായിരുന്നു. നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കേപ്പിലും മുൻകാലങ്ങളിലെ പോലെ തന്നെ കാര്യങ്ങൾ നീക്കാനുള്ള ഗവൺമെന്റ് ഓർഡർ അനുസരിച്ച് മറ്റെല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കേപ്പ് ജീവനക്കാർക്കും കൊടുക്കാനുള്ള തീരുമാനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഈ എക്സൈസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം വന്ന കോട്ടയത്തെ ആ ഒരു വിഷയമടക്കം. അപ്പോൾ ഈ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടാകുന്നു എന്ന പരാതികൾ ഉയരുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് നടപടി ഉണ്ടാകുമോ? എല്ലാം ഇപ്പോൾ അവിടെ ബാറുകൾ ഉൾപ്പെടെ ക്രമക്കേട് കണ്ടുപിടിക്കുന്ന വേറെ ആരുമല്ല, എക്സൈസ് തന്നെയാണ്. അപ്പോൾ എക്സൈസിനൊരു ചെക്കിംഗ് സംവിധാനമുണ്ട്. ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഴ്ചകളെ കണ്ടുപിടിക്കാനുള്ളൊരു സിസ്റ്റമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്. അപ്പോൾ ആർക്കൊക്കെയാണോ വീഴ്ച ഉണ്ടാകുന്നത് അവർക്കെതിരെയെല്ലാം നടപടി ഉണ്ടാകും. അതാണ് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞത്. അഴിമതി വെച്ച് പൊറുപ്പിക്കില്ല. എക്സൈസ് വകുപ്പിൽ ഒരു തരത്തിലുള്ള പാരിതോഷികങ്ങളോ മറ്റു തരത്തിലുള്ള ഡിമാൻഡ് അത്തരത്തിൽ ഒരു ആനുകൂല്യങ്ങളും വാങ്ങിക്കൊണ്ട് അനധികൃതമായ ഒരാളെ സഹായിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അഴിമതിരഹിതമാക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും. ചിലരെങ്കിലും ഇതിൽ ഒരു അപവാദമായ രീതിയിൽ പെരുമാറുന്നുണ്ടെന്നല്ല അർത്ഥം. അത്തരത്തിൽ പെരുമാറുന്നവർക്കെതിരെ നടപടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി, ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കേസ് തിരുവനന്തപുരത്ത് നിന്ന് പിടിച്ചിട്ടുണ്ട്. അമ്മയും മകനും പെൺസുഹൃത്തും അടക്കം ലഹരി കടത്ത് തന്നെയാണ്. ഒരു 8 വയസ്സുള്ള കുഞ്ഞും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത്തരം ഏതു മാർഗം സ്വീകരിച്ചുകൊണ്ടും ലഹരി കച്ചവടം കടത്തുക എന്നൊരു തരത്തിലേക്ക് ഒരു പ്രവണത ഉണ്ടാകുന്നുണ്ടോ ശരിക്കും? അല്ല, എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. എക്സൈസിനെ സംബന്ധിച്ച് വളരെ ശക്തമായ നടപടികളാണ്. ഇപ്പം മയങ്ങില്ല കേരളം എന്നുള്ളൊരു ശക്തമായ ഒരു കോംപ്രിഹെൻസീവ് പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഓപ്പറേഷൻ തണ്ടറാണ് നമ്മൾ കേരളം കാണുന്നുണ്ട്. എത്രയോ വലിയ ക്യാച്ചുകളാണ് എക്സൈസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പോലീസിനൊപ്പം എക്സൈസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ തരങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സിന്തറ്റിക് ഡ്രഗ്സിന്റെ വലിയ ശേഖരങ്ങളാണ് പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആയിരക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് പിടിച്ചെടുക്കുന്നു. അപ്പോൾ ശക്തമായ പ്രവർത്തനത്തിലാണ് സർക്കാർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മദ്യനയം. അത് ഇടയ്ക്കൊരു ഘട്ടത്തിൽ ചർച്ചയായിരുന്നു. അതിന്റെ ഒരു പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഓണത്തിൻ്റെതായ ഒരു ദിവസങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം മദ്യനയം ശക്തമായ രീതിയിൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ വിപുലീകരിച്ചുകൊണ്ടാണ്. മുൻകാലങ്ങളിൽ അഭിപ്രായം സ്വീകരിച്ച സംഘടനകളെക്കാളും വ്യക്തികളെക്കാൾ വളരെ കൂടുതൽ ആളുകളുമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിരവധി സാമൂഹ്യ സംഘടനകളെ ഞങ്ങളുടെ മദ്യനയം രൂപീകരിക്കാനുള്ള പാനൽ ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മദ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളും സ്ഥാപനങ്ങൾക്കും ഒപ്പം തന്നെ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ ലഹരിവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ അഭിപ്രായം കേട്ടുകൊണ്ടായിരിക്കും ഇത്തവണ മദ്യനയം രൂപീകരിക്കും. അപ്പോഴേക്കും അതൊരു പ്രാഥമിക രൂപം സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും അവസാനമായി PM ശ്രീ വലിയ ചർച്ചയായിരുന്നു. അതിൽ കൃത്യമായ നിലപാടെടുത്ത വ്യക്തി കൂടിയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, PM ശ്രീയിലെ ഓരോ സമിതി അംഗത്തിനും കൃത്യമായ നിലപാടുണ്ട്. ഇപ്പോൾ പുറത്ത് ഇപ്പോൾ ഏതെങ്കിലും കുറച്ച് പേരെ അനുകൂലിച്ചു, കുറച്ച് പേരെ എതിർത്തു എന്ന് അതൊക്കെ തന്നെ ഫേക്ക് ന്യൂസാണ്. ഞങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ്. PM ശ്രീയെ സംബന്ധിച്ച് കൃത്യമായ രാഷ്ട്രീയ ബോധ്യം ഈ സർക്കാരിനും മുന്നണിക്കും ഉപസമിതിക്കുമുണ്ട്. അതനുസരിച്ച് മാത്രമേ പോകൂ. അതിന്റെ തുടർ നടപടി എങ്ങനെയാണ്? ഒരു തവണ തീരുമാനിച്ച യോഗം അതിന് ഉപസമിതി വിദ്യാഭ്യാസ മന്ത്രി ചെയർമാനായ ഒരു സമിതിയാണ്. അത് കൂടേണ്ട സമയത്ത് കൂടി ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട്. വളരെ കൃത്യമായി ഒരു ജനാധിപത്യ മതേതര സർക്കാരിൻ്റെ നയങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കും. മുന്നണി അതിൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കും. ഉപസമിതി അതനുസരിച്ചുള്ള തീരുമാനമെടുക്കും. കുഴപ്പങ്ങളോ അഭിപ്രായ ഭിന്നതകളുമില്ല.